DCB മീഡിയയിലേക്ക് സ്വാഗതം. ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഫെബ്രുവരി 2 വെള്ളിയാഴ്ച മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ മാസത്തേതിൽ നിന്നും ചില മാറ്റങ്ങൾ ഫെബ്രുവരി മാസത്തിൽ ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് വരുത്തിയിട്ടുണ്ട്. എല്ലാ മാസവും 1-ാം തീയതികൾ റേഷൻ കടകൾ അവധിയാക്കപ്പെട്ടതിനെ തുടർന്ന് ഫെബ്രുവരി 2 മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചത്. ഇനി ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ഫെബ്രുവരി മാസത്തിൽ എന്തെല്ലാം ലഭിക്കുമെന്ന് നോക്കാം. സാധാരണ പോലെ അന്ത്യോദയ അന്നയോജന AY മന്ന റേഷൻ കാർഡിന് 30 കിലോ അരിയും 3 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. 2 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. ഈ മാസം പഞ്ചസാര മഞ്ഞ റേഷൻ കാർഡിന് ഇല്ല. സപ്ലൈകോയിൽ ഇല്ലാത്തതിനാൽ കഴിഞ്ഞ 3-4 മാസക്കാലമായി മഞ്ഞ റേഷൻ കാർഡിന് പഞ്ചസാര ലഭിക്കാറില്ലായിരുന്നു. എങ്കിലും സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വിതരണ അറിയിപ്പിൽ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഫെബ്രുവരി മാസത്തിൽ ഭക്ഷ്യപൊതുവിതരണ വകുപ്പിന്റെ റേഷൻ വിതരണ അറിയിപ്പിലും പഞ്ചസാര വിതരണത്തിനായി ഇല്ല. അടുത്തതായി മുൻഗണനാ വിഭാഗം PHH പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിൽ മൊത്തം അനുവദിച്ചിട്ടുള്ള മൊത്തം ഗോതമ്പിൽ നിന്നും 3 കിലോ കുറച്ച് 3 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ്. റേഷൻ കാർഡിൽ 3-ഓ അതിൽ കുറവോ അംഗങ്ങളാണ് ഉള്ളതെങ്കിൽ അവർക്ക് ഗോതമ്പ് ലഭിക്കുകയില്ല. അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആട്ട മാത്രമാണ് ലഭിക്കുക. അടുത്തത് പൊതുവിഭാഗം NPS നീല റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ സ്പെഷ്യൽ അരിയായി 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. കഴിഞ്ഞ മാസം സ്പെഷ്യൽ അരി 3 കിലോ ആയിരുന്നു. ഫെബ്രുവരിയിൽ 1 കിലോ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അടുത്തത് NBNS വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 5 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിൽ ഈ മാസം ലഭിക്കും. കഴിഞ്ഞ മാസം ഇത് 6 കിലോ അരിയായിരുന്നു. പൊതുവിപണിയിൽ അരിവില വർദ്ധിക്കുന്ന സാഹചര്യത്തിലും ഫെബ്രുവരിയിൽ 1 കിലോ കുറച്ചാണ് വെള്ളക്കാർഡുകാർക്കുണ്ടായത്. പൊതുവിഭാഗം സ്ഥാപനം റേഷൻ കാർഡായ ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുന്നത്. കന്യാസ്ത്രീ മഠങ്ങൾ, ആശ്രമങ്ങൾ തുടങ്ങിയവ പോലുള്ളവയിലെ അന്തേവാസികൾക്കാണ് ബ്രൗൺ റേഷൻ കാർഡ് ഉള്ളത്. ജനുവരി, ഫെബ്രുവരി, മാർച്ച് ത്രൈമാസത്തിലെ മണ്ണെണ്ണ ജനുവരി മാസത്തിൽ വാങ്ങാത്തവർക്ക് അത് ഫെബ്രുവരി മാസത്തിൽ വാങ്ങാവുന്നതാണ്. മഞ്ഞ റേഷൻ കാർഡുകാർക്ക് 1 ലിറ്ററും പിങ്ക് റേഷൻ കാർഡുകാർക്ക് 1/2 ലിറ്ററുമാണ് വൈദ്യുതീകരിച്ച വീടുകളിലുള്ളവർക്ക് ലഭിക്കുന്നത്. വൈദ്യുതീകരിക്കാത്ത വീടുകളുള്ള മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് 6 ലിറ്റർ മണ്ണെണ്ണയും ഈ കാലയളവിൽ ലഭിക്കും. മഞ്ഞ റേഷൻ കാർഡിന് 1 കിലോ പഞ്ചസാരയും വെള്ള റേഷൻ കാർഡിന് 1 കിലോ അരിയും ഈ മാസം കുറച്ചിട്ടുണ്ട്. നീല റേഷൻ കാർഡിന് 1 കിലോ അരി കൂട്ടിയതുമാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ. റേഷൻ കാർഡ് ഉടമകൾക്ക് റേഷൻ വിഹിതത്തിന് പുറമെ ലഭിക്കുന്ന ഒരു ആനുകൂല്യമായിരുന്നു സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ ലഭിക്കുന്ന 13 പലവ്യഞ്ജന സാധനങ്ങൾ. എന്നാൽ അരിയും പഞ്ചസാരയും മുളകും ഉൾപ്പെടെ പല സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ സ്റ്റോറുകളിൽ സ്റ്റോക്കില്ലാത്തത് കാർഡ് ഉടമകൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. ഫെബ്രുവരി ആദ്യം തന്നെ സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കുമെന്ന റിപ്പോർട്ടുകളും ഉണ്ട്. അതിനുശേഷമായിരിക്കും സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ സബ്സിഡി സാധനങ്ങൾ എത്തുക എന്നാണ് ഇപ്പോൾ അറിയുവാൻ കഴിഞ്ഞത്. മറ്റുള്ളവർക്ക് കൂടി ഇൻഫോർമേഷൻ ഷെയർ ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.